അല്ല മോളെ, മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ വരുന്ന ജനുവരിയില് 10 വർഷം തികയും. ആഹാ, 10 വർഷമായിട്ടും ഇതുവരെ കുട്ടികളൊന്നും ആയില്ലേ? എന്തു പറ്റി മോളെ? ആശുപത്രിയിലൊന്നും ഇതുവരെ കാണിച്ചില്ലേ? എന്താ കുഴപ്പം? ആർക്കാ പ്രശ്നം? മാറിയും തിരിഞ്ഞും പല ഹോസ്പിറ്റലുകളിലും കാണിച്ചതാ. ഡോക്ടർമാരെല്ലാം ഒറ്റ മറുപടിയെ പറയൂ, രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവസാന തീരുമാനം എടുക്കേണ്ടത് മോളിലിരിക്കുന്ന ആളല്ലേ. ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് സമയമായെന്ന് ദൈവത്തിന് ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. ബാലന്റെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലം ആയോ? ഇളയവന്റെ കല്യാണമായിരുന്നു ആദ്യം കഴിഞ്ഞത്, പിന്നീടായിരുന്നു മൂത്തവന്റേത്. അത് കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പൊ കണക്ക് പറഞ്ഞ ചാരുമോളാണ് മൂത്ത മരുമകള് അല്ലേ? ചാരുമോൾക്കും ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലോ അല്ലേ? അല്ല, അവസാനം വന്ന മരുമോൾക്കെങ്കിലും എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഇപ്പോ? ഏയ്, ഒന്നും ആയിട്ടില്ല. അത് വലിയ കഷ്ടമായി പോയല്ലോ ബാല. ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോ അത് വലിയ സങ്കടം തന്നെയാ. ഹേമ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെയാ എനിക്കിപ്പോ തോന്നുന്നത്. ഇതാരുടെയും കുഴപ്പം കൊണ്ടല്ല. ആയിരപ്പറ കുടുംബത്തിൽ ഭാവി തലമുറ വേണ്ട എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും. അല്ല ബാല, ഇങ്ങനൊരു വിധി ഉണ്ടാവാനും വേണ്ടി എന്തു പാപോ ബാലൻ ചെയ്തേ? മുജ്ജന്മ പാപം എന്നൊന്നും പറയാനാവില്ല. ഈ ജന്മം തന്നെ ചെയ്ത തെറ്റുകളുടെ ഫലം ഈ ജന്മം തന്നെ അനുഭവിക്കണം. ഇതങ്ങനെയാ എനിക്ക് തോന്നുന്നത്. എന്താ ഇത്? നമ്മുടെ ബാലനെ നമുക്കറിയില്ലേ? സത്യത്തിനും നീതിക്കും നിരക്കാത്തത് എന്തെങ്കിലും ഈ ജന്മം നമ്മുടെ ബാലൻ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതെനിക്കും അറിയാം. പക്ഷേ ദൈവം പാപത്തിന്റെ ഗണത്തിൽപ്പെടുത്തുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെ മാത്രമല്ലല്ലോ ബാലചന്ദ്ര. ചിലപ്പോഴൊക്കെ മനുഷ്യനൊരു സ്വഭാവമുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മനഃപൂർവ്വം തന്നെ നമ്മൾ മറന്നുകളയും. അതല്ല എങ്കിൽ നമ്മൾ അതിനെ നിസാരമായിട്ട് കാണും. എന്തോ ഉണ്ട് ബാലചന്ദ്ര. അല്ലെങ്കിൽ പറഞ്ഞു വെച്ച പോലെ 3 മക്കൾക്കും സന്താനഭാഗ്യം കിട്ടാതിരിക്കൂ? വിവാഹം കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ ആ വീട്ടില് കുട്ടികളുടെ കരച്ചിലുണ്ടാവണം, കളിചിരികൾ ഉണ്ടാവണം, താരാട്ടുപാട്ടിന്റെ ഈണം ഉണ്ടാവണം. അതിനെയാണല്ലോ നമ്മൾ വീടെന്നൊക്കെ പറയുന്നത്. അല്ലാത്തതൊക്കെ വെറും കെട്ടിടങ്ങളല്ലേ ബാലചന്ദ്ര. ബാലചന്ദ്രനൊന്ന് ആലോചിച്ചു നോക്കിയേ. പ്രത്യക്ഷത്തിൽ എല്ലാം ഉണ്ടെന്ന് തോന്നും. പക്ഷേ തലമുറയും പാരമ്പര്യവും നിലനിർത്താൻ സന്തതികളില്ലാണ്ടായി പോയല്ലോ. അതിന്റെ വിഷമം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ അതൊരു വലിയ സത്യമാണ്. ഏതോ ഒരു വലിയ ശാപം ഈ കുടുംബത്തിന്റെ തലയിൽ വീണിരിക്കുന്നു ബാല. നീ എനിക്ക് എന്റെ പരമേശ്വരനെ പോലെയാ. അതുകൊണ്ട് പറയാ, എവിടെയെങ്കിലും പോയെന്ന് നോക്കിക്കണം. ഓർമ്മയിലില്ലെങ്കിലും നീ ചെയ്ത ഏതോ ഒരു പാപം ഈ കുടുംബത്തിന്റെ മേലുണ്ട്.
അതിന് പരിഹാരം ചെയ്യണം ബാലചന്ദ്ര. നോക്കു മുത്തശ്ശി, എന്റെ ബാലമാമ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുടുംബത്തിന് ശാപം കിട്ടുന്ന വിധത്തിലുള്ള ഒരു തെറ്റും എന്റെ ബാലമാമ ചെയ്യില്ല. അഥവാ അങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ മറന്നു കളയില്ല, മാപ്പിരക്കും. അതിന് പരിഹാരം കാണുകയും ചെയ്യും. ഞാൻ പറയുന്നത് കൊണ്ട് മുത്തശ്ശിക്ക് അനിഷ്ടമൊന്നും തോന്നരുത്. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ വെച്ച് എന്റെ ബാലമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അതെനിക്കിഷ്ടല്ല. വേണ്ട മോളെ. അമ്മാവനെ കുറ്റം പറഞ്ഞത് മരുമോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോ. എന്നോട് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് മോളോട് ഒരു ദേഷ്യവുമില്ല. ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. മരുമക്കളായാലേ ഇങ്ങനെ വേണം. നീ ഭാഗ്യം ചെയ്തവനാ ബാലചന്ദ്ര. ബാലേന്ദ്ര, നീ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിൽ വച്ചേക്കണ്ട, വിട്ടുകള. എന്താ അമ്മ ഇത്? എന്നെ എന്തും പറയാനും ഉപദേശിക്കാനും തല്ലാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ? മോൾക്കറിയാത്തതുകൊണ്ടാ. ഇതാ ഞങ്ങള് തമ്മിലുള്ള ബന്ധം. സാരമില്ല മോളെ. നിനക്കറിയാവല്ലോ ബാല അമ്മയുടെ സ്വഭാവം. നല്ല കാര്യങ്ങൾ പോലും മനസ്സ് നോവിക്കുന്ന രീതിയിലേ പറയൂ. ഏയ്, ഇതൊക്കെ നീ എന്നോട് പറയണ പരമേശ്വര. എന്നാ ഞാനും കൂടി അല്ലട്ടെ. അച്ചോടി പോലെ എല്ലാം ശരിയാക്കാം. ഈ കിളവിയെ അധിക നാൾ ഇവിടെ വെച്ച് വാഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി വെറുതെ ഓരോന്ന് പറഞ്ഞതാവും.